ഈ പണവും സ്വത്തുമൊക്കെ കുറയുമ്പോഴേ നമ്മളൊക്കെ വല്ലാണ്ടങ്ങ് വിഷമിച്ചു പോകും. പക്ഷെ ആയുസ്സിൽ നിന്നൊരു വർഷം കുറഞ്ഞാലുണ്ടല്ലോ, നമ്മളൊക്കെ കേക്കൊക്കെ മുറിച്ച ആഘോഷിക്കുന്നത്. ഒരു ജീവൻ ജനിക്കുന്ന കാര്യം നമുക്ക് 9 മാസത്തിന് മുമ്പേ അറിയാം. പക്ഷെ അത് പോകുന്നതാണെങ്കിലോ 9 സെക്കൻഡിന് മുമ്പ് പോലും നമുക്കറിയാനാവില്ല. എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വിധിയുടെ കണക്കെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാ? 6 അടി മണ്ണ് മാത്രമാണ്. നമ്മളൊക്കെ ജനിച്ചപ്പോൾ ആദ്യം തൊട്ടവരെ നമുക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ അവസാനം തൊടുന്ന പരിചിതനെയോ അപരിചിതനെയോ ഒന്നും നമുക്കറിയാനും കഴിയില്ല. ഈ ലോകത്ത് മനോഹരമാണെന്ന് തോന്നുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താൽക്കാലികം മാത്രമാണെന്നേ. ഏതെങ്കിലും ഒരു പ്രഭാത ഉച്ച വരെ നീണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നട്ടുച്ച സന്ധ്യ വരെ നീണ്ടിട്ടുണ്ടോ? ഈ രാത്രിയുടെ ഖബറിൽ കുഴിച്ചിടാത്ത ഏതെങ്കിലും ഒരു പകലുണ്ടോ? പിതാവിനും മാതാവിനും ജനനത്തിനും പ്രണയത്തിനും വിരഹത്തിനും വിവാഹത്തിനും സമ്പാദ്യത്തിനും സന്തോഷത്തിനും സങ്കടത്തിനും സംസാരത്തിനും നിരാശയ്ക്കും പഠനത്തിനും അറിവിനും ജീവനും വിശപ്പിനും മരുന്നിനും കർമ്മത്തിനും അധ്വാനത്തിനും സൗഹൃദത്തിനും ആകാശത്തിനും വെളുപ്പിനും കറുപ്പിനും മരണത്തിനും കല്ലറയ്ക്കും ഓർമ്മയ്ക്കും ഇതെല്ലാം കൂടിയുള്ള ജീവിതത്തിനും 3 അക്ഷരമാണുള്ളത്. ഈ ജീവിതമെന്ന കളിക്കളത്തിലേക്ക് നമ്മളെയൊക്കെ ഇറക്കിവിടുന്ന സമയത്ത് ഒരു നിശബ്ദ സാന്നിധ്യമായി നമ്മൾ പോലും അറിയാതെ ഒരാൾ കൂടി വരുന്നുണ്ട്. പല കുറി നമ്മൾ ജയിക്കുമ്പോഴും അന്തിമ വിജയം മരണമെന്ന ആ നമ്മുടെ നിഴലിലാണ്. എന്നെങ്കിലും ഒരിക്കൽ ദൃഢമായ നമ്മുടെ ഈ കാലുകൾ പതിയെ പതിയെ തളരാൻ തുടങ്ങും. അവയവങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വേഗത കുറയും. മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താതെയിരിക്കും. ആശുപത്രിയുടെ മഞ്ഞ വെളിച്ചത്തിൽ കുറെ യന്ത്രങ്ങൾക്കിടയിൽ അപരിചിതമായ മുഖങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു ഏറെ ഏകാന്തത അനുഭവിച്ച് ഒന്നും ഉരിയാടാനാവാതെ മൗനം നൊമ്പരമാക്കി മരുന്നുകളോട് പ്രതികരിച്ചുമില്ലാതെയും നിസ്സഹായനായി കിടക്കുന്ന ഒരു സമയം വരും. നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും നമ്മുടെയൊക്കെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം തീരുന്ന ആ ദിവസം. കൂടെ നിന്നവരും ഒപ്പം ചേർത്ത് പിടിച്ചവരും പേടിക്കേണ്ട ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞവരും എല്ലാവരുടെയും മുമ്പിൽ നമ്മളിങ്ങനെ കിടക്കും. മഴയോ വെയിലോ കാറ്റോ തണുപ്പോ ഒന്നും ഏൽക്കാതിരിക്കാൻ നമ്മൾ ചവിട്ടിയ മണ്ണ് നമ്മുടെ മുകളിൽ വീഴുന്ന ഒരു ദിവസമുണ്ട്. ഈ ഓട്ടങ്ങളെല്ലാം അങ്ങ് അവസാനിപ്പിച്ച് എല്ലാ തിരക്കിൽ നിന്നും അകലുന്ന ഒരു ദിവസം. ജനനം തന്നവരുടെ വാത്സല്യവും കൂടപ്പിറപ്പുകളുടെ സ്നേഹവും കൂട്ടുകാരുടെയൊക്കെ സ്വാതന്ത്ര്യവും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹവും പങ്കാളിയുടെ കരുതലും മക്കളുടെയൊക്കെ കൗതുകങ്ങളും അയൽവക്കക്കാരന്റെ ആഭിമുഖ്യവും ഒക്കെ ഉപേക്ഷിച്ച് നാം പോകുന്ന ദിവസം. ശരീരത്തിന്റെ ഈ തടവറ ഭേദിച്ചുള്ള ജീവന്റെ പറക്കലാണത്. ഒരു നിമിഷത്തെ ഞെട്ടലാണ്, ഒരു മണിക്കൂറിലെ ആശങ്കയാണ്, ഒരു ദിവസത്തെ ദുഃഖമാണ്, ഒരു വർഷത്തെ ആചരണമാണ്, ഒടുവിൽ മറവിയിലേക്കുള്ള മടക്കമാണ്. നമ്മളെയൊക്കെ ഇങ്ങനെ പെറുക്കിക്കൂട്ടിയെടുത്ത മണ്ണിലേക്ക് നമ്മളെ തിരിച്ചേൽപ്പിക്കുന്ന ഒരു പ്രക്രിയ. ശരീരം മരണത്തോട് ചോദിച്ചു, നീ വരുമ്പോൾ എനിക്ക് എന്താണ് ഇത്ര വേദന? മരണം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ ജീവനായ ആത്മാവിനെ ഞാൻ വേരോടെ പിഴുതെടുക്കുകയാണ്. നിനക്കുണ്ടാകുന്ന തീവ്രമായ നഷ്ടബോധത്തിൽ നിന്നുള്ള പ്രാണന്റെ പിടച്ചിലാണത്. ഈ ശ്മശാനത്തിനൊക്കെ ഇത്ര നിശബ്ദത എന്താണെന്നറിയാം? വെട്ടിപ്പിടിച്ചവരെല്ലാം അതൊക്കെ അവസാനിപ്പിച്ച് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണെന്നേ അത്. പറയാൻ ബാക്കി വെച്ചു പോയവർ, വേദനിപ്പിച്ചു പോയവർ, സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ഒരുപോലെ ഹൃദയത്തിലേറ്റിയവർ, സ്നേഹം വിളമ്പിയവർ, വെറുപ്പിന്റെ സിദ്ധാന്തം മുറുകെ പിടിച്ചവർ, നിറവേറ്റാത്ത ആഗ്രഹങ്ങളുടെയും ബാക്കിയായ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും എഴുതപ്പെടാത്ത പുസ്തകങ്ങളുടെയും ഇനിയും പാടാത്ത പാട്ടുകളുടെയും കണ്ടെത്താത്ത കണ്ടുപിടുത്തങ്ങളുടെയും അടയാളമായി മീസാൻ കല്ലുകൾ അവിടെ കുത്തിവെച്ചിരിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരുടെ ശേഷിപ്പുകളുടെ താൽക്കാലിക കലവറയാണത്. ഈ പ്രിയപ്പെട്ടവരുടെ കുഴിമാടങ്ങൾ നമ്മുടെ ഹൃദയാഴത്തിൽ എവിടെയോ ഉണ്ട്. ആരുടെയെങ്കിലുമൊക്കെ ഓർമ്മയുടെ ഖബറിൽ നമ്മളും ഉറങ്ങുന്ന ഒരു കാലം വരും. ഉറ്റവരെ നഷ്ടപ്പെട്ടതിന് ശേഷം ഉരുണ്ടുകൂടുന്ന ഏകാന്തത അനിവാര്യമായ വിഷാദ ദശയാണ്. നിശബ്ദത തന്നെ ശബ്ദമായി മാറുന്ന അപൂർവം അവസരങ്ങളിൽ ഒന്നാണത്. നമ്മളൊന്നും ഒന്നിന്റെ പേരിലും അഹങ്കരിക്കരുത്, ഒരാളെയും അവഗണിക്കരുത്. ഈ നേടാനെടുത്ത സമയത്തിൻ്റെയൊക്കെ ഒരു അംശം പോലും വേണ്ട ഓരോന്നും നഷ്ടപ്പെടുത്തി കളയാൻ. ഇന്ന് നമ്മൾ കൊടുത്ത മതിപ്പും ചെയ്ത ദാനവും
ദ്രോഹവുമൊക്കെ ചെയ്തതിനേക്കാൾ ഭംഗിയായി നമുക്ക് തിരിച്ചു കിട്ടുന്ന ഓർമ്മയോടെ ജീവിക്കുക. എപ്പോൾ ജനിക്കും എപ്പോൾ മരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്.